ബി.ജെ.പിയുടെ പാലക്കാടുള്ള നേതാവായ സി കൃഷ്ണകുമാർ ഇപ്പോൾ വലിയ തോതിൽ കുടുക്കിലേക്ക് ചെന്നെത്തപ്പെടുകയാണ്. നമുക്കറിയാം, സി കൃഷ്ണകുമാർ കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മത്സരിച്ച നേതാവാണ്. ഇദ്ദേഹത്തിനെതിരെ പീഡന പരാതി ഉന്നയിച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് പരാതി നൽകിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സത്യാവസ്ഥ പരിശോധിക്കണം, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കണം, സി കൃഷ്ണകുമാറിനെതിരെ നേരത്തെ നടന്ന ആരോപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ വന്നിരിക്കുന്നു. ഏതായാലും ആകപ്പാടെ അങ്കപ്പാടിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ മനഃപൂർവ്വം കൊടുക്കാൻ പ്രശാന്ത് ശിവൻ എന്ന പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ശ്രമിച്ചു എന്നുള്ള ആരോപണവും അതിശക്തമായി വരികയാണ്. നമുക്കറിയാം, ഒരു വാർത്ത വലിയ തോതിൽ പടർന്നാൽ അതിൻ്റെ നിജസ്ഥിതി അറിയാൻ, അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം അറിയാനല്ല മാധ്യമങ്ങളുടെ താല്പര്യം. മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് കിട്ടണം. വ്യാജ ഗർഭക്കേസോ ഒരു വ്യക്തിയുടെ ഭാവിയോ എന്തോ ആയിക്കോട്ടെ, ആരുടെ ജീവിതം തൊലച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ഏതെങ്കിലും രീതിയിൽ മാർക്ക് റേറ്റിങ്ങും TRP റേറ്റിങ്ങും വർദ്ധിപ്പിക്കാനാണ് മാധ്യമ ചാനലുകൾ വലിയ തോതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കൃത്യമായും അതിനുവേണ്ടി ശ്രമിക്കുന്ന മാധ്യമ മുതലാളിമാർ ആരൊക്കെയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവരെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള പല കേസുകളുമായി ബന്ധപ്പെട്ട വിചാരണയും ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിരീക്ഷണവും ഒക്കെ നമ്മൾ വിശദമായി നോക്കേണ്ടതായുണ്ട്. ഉദാഹരണത്തിന്, മുട്ടിൽ മരമുറി കേസിൽ ആരോപണ വിധേയനായിരുന്നു ആൻഡ്രൂ അഗസ്റ്റിൻ. ആൻഡ്രൂ അഗസ്റ്റിന് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. ആൻഡ്രൂ അഗസ്റ്റിൻ ആർക്ക് വേണ്ടിയാണ് കുഴലൂതുന്നതെന്ന് വളരെ ബോധ്യമുണ്ട്. പിണറായി വിജയന് വീണ്ടും ഭരണം ഉറപ്പിച്ചു കൊടുക്കാൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരൻ ശ്രമിക്കുമ്പോൾ പകരമായി ചില ഓഫറുകളും കൊടുക്കും. ആ ഓഫറിൽ ഒന്നെന്ന് പറയുന്നത്, സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലമായ നിയമമണ്ഡലത്തിൽ അദ്ദേഹത്തിനെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള കരിനീക്കങ്ങൾ CPIMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ശിവൻകുട്ടിക്ക് പകരം നേമത്ത് ദുർബല സ്ഥാനാർത്ഥിയായി ഇപ്പോഴത്തെ മേയറായ ആര്യ രാജേന്ദ്രനെ പ്രതിഷ്ഠിക്കാനാണ് അവിടെ സാഹചര്യം വ്യക്തമാകുന്നത്. ആര്യ രാജേന്ദ്രന് നിയമസഭയിൽ അസംബ്ലിയിൽ ഒരു സീറ്റ് നൽകി അവരെ പരാജയപ്പെടുത്തുക, അതൊക്കെ CPIMന്റെ ആഭ്യന്തര വിഷയമാണെങ്കിലും CPIM അവിടെ ശ്രമിക്കുന്നത് പാർട്ടി കേഡർ വോട്ടുകൾ എൻ ബ്ലോക്കായി കൃത്യമായി BJPയുടെ സംസ്ഥാന അധ്യക്ഷന് മറിച്ചു കൊടുക്കുക. വലിയ കാട്ടുകളിയാണ്. അതും അടിയൊഴുക്കെന്ന് പറയുന്നത് സാധാരണ രീതിയിലല്ല, മറ്റൊരു സ്ഥലത്തും കാണാത്ത, മറ്റൊരു പ്രദേശത്തും കാണാത്ത രീതിയിലുള്ള വമ്പൻ അട്ടിമറിക്കാണ് കേരളത്തിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് വ്യക്തമാകുന്ന ഒരു ഇപ്പോഴത്തെ സാഹചര്യമാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാലോചിക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ജനങ്ങൾ അത്രയേറെ സ്നേഹിക്കുകയും അദ്ദേഹത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുകയാണ്. സന്ദേശ സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, ശങ്കരാടി പറയുന്നത്, കൊള്ളാവുന്ന INSPക്കാരിൽ ചിലരുണ്ട്, മതിപ്പ് ഉള്ള ആളുകൾ, ഇവർക്കെതിരെ വ്യാജ ഗർഭക്കേസോ പെണ്ണു കേസോ കൊടുത്ത് ഇവരുടെ ഭാവി തുലയ്ക്കുക. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ്രൂ അഗസ്റ്റിന് വലിയ തോതിലുള്ള പണ ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട് CPIMും BJPയുമായി ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുന്നത്. പ്രത്യേകിച്ചും VD സതീശനും K മുരളീധരനും ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നു.